പലരുടെയും കൊളസ്ട്രോളിൻ്റെ അളവ് നോർമലായിട്ടും അവർക്ക് മാസീവ് അറ്റാക്ക് ഉണ്ടാകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കൂടിയ പലർക്കും ഒരു അറ്റാക്കും വരുന്നില്ല. ഇതിന്റെ ഒരു പ്രധാന കാരണം കൊളസ്ട്രോളിന്റെ സ്വഭാവത്തിൽ വരുന്ന ഒരു മാറ്റം, ഓക്സിഡൈസേഷൻ എന്നാണ് ഇതിന് പറയുക. അത് സംഭവിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കൊളസ്ട്രോൾ ടെസ്റ്റുകളിൽ ഒന്നും തന്നെ ഈ മാറ്റം ചെക്ക് ചെയ്യുന്നില്ല. കൊളസ്ട്രോളിന് എന്തുകൊണ്ട് ഈ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതും ഇത് തടയാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന സിമ്പിൾ ആയിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയെന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ വീട്ടിലെ കുക്കിംഗ് ഗ്യാസ് പോലെയാണ് കൊളസ്ട്രോൾ. അത് നല്ല രീതിയിൽ സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ റോങ് കണ്ടീഷനിൽ എത്തുകയാണെങ്കിൽ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിക്കാം. ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഗ്യാസ് കുറ്റി പോലെയാണ് ഓക്സിഡൈസ്ഡ് കൊളസ്ട്രോൾ. അത് ഭയങ്കര ഒട്ടിപ്പിടിക്കുന്നതായിരിക്കും, നീർക്കെട്ട് ഉണ്ടാക്കുന്നതായിരിക്കും, പ്ലാക്കുകൾ അഥവാ ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നതായിരിക്കും. കൊളസ്ട്രോൾ സ്വതവേ അപകടകാരിയല്ല. പല കാരണങ്ങൾ കൊണ്ട് കൊളസ്ട്രോൾ ഓക്സിഡൈസ്ഡ് ആവുന്ന സമയത്ത് ശരീരം അതിനെ പിന്നെ ഒരു ശത്രുവായിട്ട് കാണുകയാണ്. നമ്മുടെ പ്രതിരോധ ശക്തി ഈ ഓക്സിഡൈസ്ഡ് കൊളസ്ട്രോളിനെ ആക്രമിക്കുകയാണ്. വൈകാതെ ഈ ഓക്സിഡൈസ്ഡ് കൊളസ്ട്രോൾ രക്തധമനികളുടെ തൊലിയുടെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുകയാണ്. അവിടെ ഫോം സെൽ ഉണ്ടാക്കുകയാണ്. ഈ ഫോം സെൽ വൈകാതെ അടിഞ്ഞുകൂടി അത് പ്ലാക്കും ബ്ലോക്കും ആയിട്ട് മാറുകയാണ്. ഇനി കൊളസ്ട്രോൾ എങ്ങനെയാണ് ഓക്സിഡൈസ്ഡ് എന്ന അപകട അവസ്ഥയിലേക്ക് എത്തുന്നത് എന്നുള്ളതിന്റെ കാരണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസും ഷുഗറിന്റെ അളവ് കൂടുന്നതും തന്നെയാണ്. ഷുഗർ തന്മാത്രകൾ കൊളസ്ട്രോളിൽ ഗ്ലൈക്കേഷൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ ഒട്ടിപ്പിടിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ ഭക്ഷണം കഴിക്കുമ്പോഴും ഷുഗർ രക്തത്തിൽ കൂടുന്നുണ്ടല്ലോ. ആ സമയത്ത് കൊളസ്ട്രോളിന്റെ ഓക്സിഡേഷൻ വർദ്ധിക്കുകയാണ്. അത് തടയാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഭക്ഷണത്തിൽ നിന്നും ഷുഗർ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ പറ്റുമെങ്കിൽ ചെറുതായിട്ടൊന്ന് എക്സർസൈസ് ചെയ്തിട്ട് ഷുഗറിന്റെ സ്പൈക്കുകൾ കുറയ്ക്കുക. രണ്ടാമത്തെ കാരണം ട്രാൻസ് ഫാറ്റുകളും ഇൻഡസ്ട്രിയൽ സീഡ് ഓയിൽസും. പ്രോസസ്ഡ് ഫുഡിലൊക്കെ ഉള്ള ട്രാൻസ് ഫാറ്റ് വളരെയധികം ഓക്സിഡൈസിങ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൺ ഓയിൽ, സോയാബീൻ ഓയിൽ, കനോള ഓയിൽ, ഇതൊക്കെ ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഓയിലുകളാണ്. ഇതിന് പകരമായിട്ട് നമുക്ക് എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയിൽ ഉപയോഗിക്കാം, അവക്കാഡോ ഓയിൽ ഉപയോഗിക്കാം, സ്റ്റേബിൾ ആയിട്ടുള്ള കൊക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. മാത്രമല്ല ഓയിൽ റീയൂസ് ചെയ്യുന്ന പരിപാടി ഒഴിവാക്കുക. മൂന്നാമത്തെ കാരണം ആവശ്യത്തിൽ കൂടുതൽ എക്സർസൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഓക്സിഡൈസ്ഡ് കൊളസ്ട്രോളിന്റെ അളവ് കൂട്ടും. നമ്മളിൽ ജിമ്മിൽ പോകുന്നവരും എക്സർസൈസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഡേയ്സ് കൊടുക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ കൊളസ്ട്രോളിന്റെ അളവ് വളരെ നോർമലിൽ താഴെയോ ആണെങ്കിൽ പോലും ഓക്സിഡൈസ്ഡ് കൊളസ്ട്രോൾ ഇങ്ങനെയുള്ളവർക്ക് വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് പല ജിമ്മുകാർക്കും മാരത്തോൺകാർക്കും കൊളസ്ട്രോൾ നോർമൽ ആണെങ്കിൽ പോലും അറ്റാക്ക് വരുന്നത്. നാലാമത്തെ കാരണം അന്തരീക്ഷത്തിലുള്ള പല രീതിയിലുള്ള കെമിക്കൽ പൊല്യൂഷൻസും ടോക്സിൻസും പുകവലിയും തന്നെയാണ്. കഴിയുന്നതും ഇങ്ങനെയുള്ളതിൽ നിന്നും വിട്ടു നിൽക്കാൻ നോക്കുക. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കൊളസ്ട്രോളിനെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ ആന്റി ഓക്സിഡൻസ്, അതായത് മുമ്പേ പറഞ്ഞ ഓക്സിഡേഷനെ തടയുന്ന ഭക്ഷണങ്ങൾ ഉപയോഗിക്കാം. അതിൽ വൈറ്റമിൻ ഇ കൂടുതലുള്ള ഒലീവ് ഓയിൽ ഉണ്ട്, നട്ട്സ് ഉണ്ട്, വൈറ്റമിൻ സി ഉള്ള ബെറീസ് ഉണ്ട്, സിട്രസ് ഉണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ട്, ഒമേഗ 3 ഉള്ള മത്സ്യങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കൊളസ്ട്രോൾ അല്ല പ്രശ്നം, ഓക്സിഡൈസ്ഡ് കൊളസ്ട്രോൾ ആണ് പ്രശ്നം.